രാഹുൽ ഒളിവിൽ തുടരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താനായി പുതിയ സംഘം. ആദ്യത്തെ സംഘത്തോട് ബംഗളൂരുവിൽ നിന്ന് തിരിച്ചെത്താൻ നിർദ്ദേശം നൽകി. രാഹുലിന്റെ അറസ്റ്റ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമായതിനു ശേഷമായിരിക്കും ഉണ്ടാവുക. അതേസമയം രാഹുലിനെതിരായ രണ്ടാമത്തെ കേസിൽ പരാതിക്കാരുടെ മൊഴി അന്വേഷണ സംഘം ഉടൻ രേഖപ്പെടുത്തും. രാഹുലിനെതിരെ രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് 23 വയസ്സുകാരി നൽകിയ പരാതിയിലാണ്. ഇതിൽ ഈ പരാതിക്കാരിയുമായി അന്വേഷണ സംഘം സംസാരിച്ചിട്ടുണ്ട്. ഇവർ മൊഴി നൽകാൻ തയ്യാറാണെന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വൈകാതെ തന്നെ ഈ മൊഴി രേഖപ്പെടുത്താനാണ് ആലോചിക്കുന്നത്. ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഇത് ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യും. എന്തായാലും അത് വളരെ വേഗത്തിൽ തന്നെ വേണം എന്നുള്ളൊരു കാര്യത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നാളെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ രണ്ടാമത്തെ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. നിലവിൽ അതൊരു പരാതി മാത്രമായി KPCCന് ലഭിച്ചൊരു പരാതി, അത് മാത്രമാണ് മുന്നിലുള്ളത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഈ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചപ്പോൾ രാഹുലിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, അതൊരു വാസ്തവവിരുദ്ധമായിട്ടുള്ള പരാതിയാണ്. ഇത് ആരാണെന്നോ വ്യക്തി ആരാണെന്നോ എവിടെ നിന്ന് അവരുടെ പേരെന്തെന്നോ അല്ലെങ്കിൽ അത് ഏത് സ്ഥലത്താണ് ഇൻസിഡന്റ് നടന്നതെന്ന് പോലും വിവരങ്ങളില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ സ്വാഭാവികമായും വളരെ വേഗത്തിൽ തന്നെ ഇത് മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ആ വിവരങ്ങൾ കൂടി കോടതിയെ അറിയിക്കാനും ഈ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാനുമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കോടതിയിൽ സമർപ്പിക്കുന്നതാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. അതിനിടെയാണ് ഇതിന്റെ തെരച്ചിലിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ സംഘത്തെ നിയമിച്ചിരിക്കുന്നത്, പുതിയൊരു സംഘത്തെ നിയമിച്ചിരിക്കുന്നത്. ആദ്യത്തെ സംഘം കഴിഞ്ഞ 11 ദിവസങ്ങളായി കേരളത്തിനകത്തും പുറത്തും പരിശോധന നടത്തിയെങ്കിലും ഇതുവരെയും കണ്ടെത്താനായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മറ്റൊരു സംഘത്തെ ഇപ്പോൾ ഇതിന്റെ തെരച്ചിലിനായി നിയോഗിച്ചിരിക്കുന്നത്. ശരി.